just need to put this one like this. Jovi? ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത് കാണിച്ചതാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഇപ്പോൾ എണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എണിക്കാൻ ഇങ്ങനെ പതുക്കെ എണിച്ച് വരണമുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ എണിക്കുമ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ്, എന്താണ് വിശേഷങ്ങൾ എന്ന് കാണിക്കാൻ പോണേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ എല്ലാവരും എണിച്ചു പതുക്കെ ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഓരോ രീതിയിലും വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സീനറി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട് അല്ലേ? എണിച്ചില്ലേടി? രാവിലെ ഒക്കെ സെറ്റപ്പ് ആയില്ലേ? ഞാൻ 6 മണിക്ക് എണിച്ചതാ. 6:30 കുറച്ചും കൂടെ താഴത്തേക്ക് പോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. കണ്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? നമ്മുടെ മോഡേൺ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ ഈസി ആയിട്ടുള്ള പരിപാടികളാണ്. നമ്മൾ ഒത്തിരി സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇത് കണ്ടോ, എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിള്ളേര് കഴിച്ചോട്ടെ. ജഗ, ഇത് ജഗ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് ഇതാണ്, കണ്ടോ. അപ്പോൾ 2 ദിവസം സ്റ്റേ ആണ്. അപ്പോൾ ഇതുപോലൊരു വീട് എനിക്ക് മേടിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. കാശൊക്കെ ഉണ്ടാവാൻ മേടിക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചേച്ചേ, നമുക്ക് രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം രാവിലെ എന്നല്ല, ഇപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും പുറത്ത് പോകേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, കിടക്കുന്നു, പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ വേലിയേറ്റം വരും. വേലിയേറ്റം വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ സ്വിമ്മിങ് അല്ല, എന്താ പറയുക, ബീച്ചായിട്ട് ഉപയോഗിക്കാം. അല്ലാത്ത സമയത്ത് നടക്കാൻ പോവാം. അപ്പൊ അതുപോലെ തന്നെ വീട്ടിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് ഓപ്പോസിറ്റ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതിൽ തന്നെ നമുക്ക് കിയോസ്ക് ഉണ്ടല്ലോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ എന്നിട്ട് നമ്മൾ ഇതിന്റെ പേര് കയാക്കിംഗ്. കിയോസ്ക് എന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ്. മറ്റേത് ഞാൻ സാറില്ല, ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. 3 ബോട്ടുണ്ട് അവർക്ക്. അപ്പൊ ഇത് 2 പേർക്ക് ഇരിക്കാനുള്ളത്. അതിങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും അത് ഓടിച്ചിട്ട് പോവാം. ഇത് തുഴഞ്ഞു പോവാം. മെയിൻ തൊഴിലാളി നിഖിലാണ്. അതെ, ഞാൻ ഭയങ്കര സംഭവം ഒരു രക്ഷയില്ല. ഞാനിപ്പോ ഒരു എന്താ പറയാ, പണി തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ടോ. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയ തക്കാളിയാണ്. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ തിന്നെടുത്തോണ്ട് വന്നതാ. അപ്പൊ ഇതിന്റെ വീടിന്റെ അകം ഞങ്ങൾ കാണിച്ചു തരാം. എന്തൊക്കെ എത്ര ഭയങ്കര രസമായിട്ട് ശരിക്കും ചെയ്തേക്കണ വീട്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ ഇവിടെ ഉള്ളവർക്കൊക്കെ വന്ന് താമസിക്കണമെന്നൊക്കെ സൂപ്പർ സ്ഥലം. എങ്ങനെയുണ്ടാ? സൂപ്പർ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലൊക്കെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി വരുന്ന വഴിയാണ് ഇത്, കണ്ടോ. ഇവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അകത്തേക്ക് വന്നു. ഇവിടെ ബാർബിക്യൂ കാര്യങ്ങൾ, ഇവിടെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങൾ ഒക്കെ വെറുതെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒത്തിരി സമയം കളയാണ്ട് വെറുതെ ഓടിച്ച് കാണിക്കാം. ഇത് ഒരു ഹോള്. അതെ, ഇത് ഹോള്, ഇരിക്കാനുള്ള ഹോള്. ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ TV ഉണ്ട്. പിന്നെ അത് ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു വലിയൊരു കിച്ചൺ ഉണ്ട്. കിച്ചണിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കിച്ചണിൻ്റെ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇതാ അവിടെ ഒരു മുറിയുണ്ട്. മുറിയുണ്ട്. അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഈ മുറി ഒരു ഡ്രസ്സിങ് റൂമാണ്. പിന്നെ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഉള്ളിലോട്ട് കയറിയിട്ട് ഇവിടെ ഒരു മുറി, ഇവിടെ ഒരു ബാത്റൂം, പിന്നെ ഇവിടെ ഒരു മുറി, പിന്നെ ഇവിടെ ഒരു മുറി. പിന്നെ ഇവിടെ ഈ പറഞ്ഞ ഒരു ഗരാജ്. അതിനകത്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഇരിക്കണുണ്ടല്ലേ, കയാക്കൊക്കെ ഇരിക്കണുണ്ടല്ലേ. അപ്പൊ അതൊക്കെ ഇരുന്നു. അവര് മീൻ പിടിക്കാനായിട്ട് പോണതാണ് കാണുന്നത്, ബോട്ടെടുത്തിട്ട്. നമ്മള് വളരെ സാഹസികമായിട്ടുള്ള യാത്രയ്ക്ക് പോവുകയാണ്. അപ്പൊ എല്ലാവരോടും and hands over here. ഇത് ലൈഫ് ജാക്കറ്റ് ആട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് വേണം ഈ ബോട്ടിൽ കയറാനായിട്ട്. ഈ കിടക്കണത് എന്തേലും ഒച്ചെടുക്കല്ലേ, ആൾക്കാർ വരും. ഹെൽപ്പ് വേണമെങ്കിൽ വിസിലടിക്കാം.
ചില്ലു എന്താ കളിക്കണേ ചില്ലു? ജോവി ജോവി എന്താ കളിക്കണേ? വാട്ട് യു പ്ലേയിങ് ജോവി? ഓക്കേ. അപ്പൊ നമ്മൾ കയാക്കിൽ കയറിയത് അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയും അകലെ നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. കണ്ടോ കടൽ. ഒരു റിസ്കിലാണ് ഞാൻ ഈ ക്യാമറയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാലും ഐ ആം ഗുഡ്. എവിടെ പോവാ ചില്ലു? ഏത് പാട്ട് പാടണ ചില്ലു? ഫിഷ് ചെയ്യാൻ പോവാണോ? ഏത് പാട്ടാ ചില്ലു പാടണേ? ഓക്കേ. റിലാക്സ്. ജോവി കണ്ടോ, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ ഞാൻ വേണ്ടി വന്നാണേ. നിങ്ങൾ പെലിക്കനെ കണ്ടിട്ടില്ലേ? പെലിക്കൻ കേട്ടോ. ഇത് എത്ര അടുത്ത് വന്നിട്ട് അത് പോയിട്ടില്ല. ബട്ട് ഇപ്പൊ തന്നെ പോവാൻ സാധ്യതയുണ്ട്. കണ്ടോ? ജമ്പല്ലത് ഓടല്ലടാ. പെലിക്കൻ്റെ സൈസ് നിങ്ങൾക്കത് അപ്പൂസിനെ വെച്ച് നോക്കുമ്പോൾ അറിയാം. അപ്പൂസ് അവിടെ നിൽക്കണുണ്ടല്ലേ, അതേ സൈസിലാണ് പെലിക്കൺ നിൽക്കുന്നത്. അപ്പോൾ അപ്പൂസിൻ്റെ അതേ സൈസാണ് പെലിക്കൺ. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ പെലിക്കൻ്റെ ഒരു സൈസ്. വാവ്, കിട്ടിയതല്ലോ. Yeah, I caught two. And a crab. Yeah, and a crab. Chinada. So it's poisonous? പോയിസണസ് ആവാം, അറിയില്ല. എടാ Hi. കങ്കാരുവിനെ കാണിച്ചു തരാവേ. കങ്കാരു കങ്കാരു ഇറ്റ് ജസ്റ്റ് സ്റ്റാൻഡിങ്. കണ്ടോ, നമ്മുടെ വീടിൻ്റെ പുറകിൽ നിൽക്കണതാണ്. ഇത് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുക. കണ്ടോ കങ്കാരു വളരെ പതുക്കെ പറഞ്ഞ. കണ്ടോ കങ്കാരു. ഓ ഈസിയാ. ബ്രെഡ് కొంచెం അയ്യോ ഓക്കെ. അപ്പോൾ എന്നെ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ 2 ദിവസമായിട്ട് ഭയങ്കര ടയേർഡാണ് അല്ലേ? ബോട്ട് ഓടിക്കലായിരുന്നു. ഫുൾ ടൈം അവിടെ നടുക്ക് കിടക്കുമായിരുന്നു. ഒറ്റ മീനെ കിട്ടിയിട്ടില്ല. അയ്യോ ഒരെണ്ണം കിട്ടി, ചെറുത്. ഇത്രയുള്ള ചെറിയ മീനെ കിട്ടി. 2 ദിവസമായിട്ട് അവിടെ നിന്ന് അത് എന്റെ ആത്മാഭിമാനം രക്ഷിച്ചത് കൊണ്ട് ഞാൻ അതിനെ വെറുതെ വിട്ടു. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മളെ ചെറിയൊരു എന്താ പറയാ ഒരു സ്റ്റേജ് ജസ്റ്റ് ഇതിനകത്ത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസും അതുപോലെ തന്നെ. അപ്പം ഇതുപോലത്തെ വീഡിയോസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ ചെയ്യാൻ അമർത്തുമ്പോഴത്തേക്കും ആ പേഴ്സണലൈസ്ഡ് എന്നുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് അത് ഓൾ ആക്കുക. ഓൾ എന്നുള്ള ഓപ്ഷൻ എടുത്ത് ക്ലിക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് പറയുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങൾ കുറെ നാളായാലും കണ്ടിട്ടെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതല്ലാണ്ട് ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലൈസ് ബെല്ലൈക്കൺ അമർത്തിയിട്ട് അത് പേഴ്സണലൈസ് എന്നുള്ളത് ഓൾ ആക്കുക. അതാണ്, അത്രയും ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ച ഉണ്ട് നമ്മൾ, അതൊരു ദിവസം പോലും മുടക്കുന്നില്ല. ഓക്കെ,
അപ്പോൾ അടുത്തൊരാഴ്ച കാണുന്നവരെ ബൈ.